ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണകീർത്തനം ശക്തമാനസം ഭരണലോലുപം നർത്തനാലസം. അപ്പൊ അനിലേട്ടൻ ഒരുപാട് ഈ ഫ്ലോറിൽ വരാൻ വേണ്ടിയിട്ട് ഒരു പാട്ട് പാടാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അതാണോ അനിൽ ആഗ്രഹ എന്ന പേര് വന്നത്? അല്ല, അങ്ങനെയല്ല. പക്ഷെ ഒരുപാട് ആഗ്രഹിച്ചിട്ട് അവസാനം നമ്മൾ ആഗ്രഹിച്ച് അദ്ദേഹം ഇവിടെ ഒന്ന് വരണേന്ന്. കാരണം അത്രക്ക് വൈറലായിരുന്നു പുള്ളിക്കാരൻ. ഞാൻ എന്തായാലും അനിലേട്ടൻ വന്നിട്ട് അനിലേട്ടന്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. അനിലേട്ടാ, അനിൽ ആഗ്രഹ ചേട്ടാ കടന്നു വരൂ. അനിലേട്ടാ നമസ്കാരം. നമസ്കാരം. അനിലേട്ടൻ എവിടെന്നാ വരുന്നത്? ഞാനിപ്പോ പാലക്കാട് അഞ്ചുമൂർത്തിമംഗലം. അഞ്ചുമൂർത്തിമംഗലം അമ്പലമാണോ അവിടെ? അമ്പലത്തിന്റെ അടുത്താ, കുറച്ച് അടുത്താണ്. ചേട്ടൻ എന്താ ചെയ്യുന്നേ? എനിക്ക് മുടിവെട്ടാണ് ജോലി. ഓ, അവിടെ തന്നെയാ? അല്ലല്ല, ഞാനിവിടെ കേരളപ്പഴനി ചോച്ചേരിക്കുന്ന അമ്പലമുണ്ട് പുത്തൂര്. അവിടെ വഴിപാട് മുടി വടിക്കലാണ് എനിക്കിപ്പോ ജോലി. ഓ, അത് ശരിയാ. പഴനിയിലെയും വേളാങ്കണ്ണിയിലും പോലെ കേരളപ്പഴനി ചോച്ചേരിക്കുന്ന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട് നമ്മുടെ വീടിന്റെ. ഞാനിവിടെ തൃശ്ശൂർക്കാരനായിരുന്നു, ശരിക്കും പൊന്നുകരായിരുന്നു എൻ്റെ വീട്. ഞാൻ 4 മാസമായിട്ടുള്ളൂ അങ്ങോട്ട് പോയിട്ട്. എൻ്റെ മകൻ അവിടെ ഒരു വീട് വാങ്ങി, അപ്പോൾ അങ്ങോട്ട് മാറി. എനിക്ക് പാലക്കാട് ഇത്തിരി ഇഷ്ടമുള്ള സ്ഥലമായിരുന്നു, അതും കൂടി കൊണ്ടുപോകാൻ. കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു പാട്ട് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാം അല്ലേ? ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ആദ്യം തന്നെ ഒരു പാട്ട് പാടാം നമുക്ക്. ഏത് പാട്ടാ പാടണത്? എനിക്ക് രവീന്ദ്ര മാഷ സംഗീതം ഭയങ്കര ഇഷ്ടമാണ്. ഓ, ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ആൾക്കാർ ഇഷ്ടമല്ലാത്തത്. പക്ഷെ പാട്ട് പഠിക്കാത്തതിന്റെ പോരായ്മകളൊക്കെ ഉണ്ടാവും അതിൽ. പുഴയൊരഴകുള്ള പെണ്ണെന്ന് പറഞ്ഞ പാട്ട്. അപ്പൊ ആദ്യം അത് കേൾക്കാം നമുക്ക് അല്ലേ? കേൾക്കാം. പുഴയൂരഴകുള്ള പെണ്ണ്, ആലുവ പുഴയൂരഴകുള്ള പെണ്ണ്, കല്ലും മാലയും മാറിൽ ചാർത്തിയ ചെല്ലക്കോലുസിട്ട പെണ്ണ്. പുഴയൂരഴകുള്ള പെണ്ണ്, ആലുവ പുഴയൂരഴകുള്ള പെണ്ണ്. മഴ പെയ്താൽ തുള്ളുന്ന പെണ്ണ്, മാനത്തൊരു മഴവില്ലേ കണ്ടാലിളകും പെണ്ണ്. പാടത്തെ നെല്ലിനും തീരത്തെ തൈകൾക്കും പാലും കൊണ്ടോടുന്ന പെണ്ണ്. അവളൊരു പാവം പാൽക്കാരി പെണ്ണ്, പാൽക്കാരി പെണ്ണ്. പുഴയൂരഴകുള്ള പെണ്ണ്, ആലുവ പുഴയൂരഴകുള്ള പെണ്ണ്. ഓഡിയൻസ് കണ്ട, അവര് നിങ്ങളെ ബഹുമാനിക്കുകയാണ്. എഴുന്നേറ്റ് എന്നാണ് കൈയടിക്കുന്നത്. അസാധ്യം കേട്ടോ. നന്നായിട്ടുണ്ട്. നിങ്ങള് വന്ന് നിന്നപ്പോ തന്നെ എനിക്ക് പറയണമെന്ന് തോന്നിയൊരു കാര്യമാണ്. ഭയങ്കര ഐശ്വര്യമാണ് കേട്ടോ നിങ്ങൾ വന്ന് നിൽക്കുമ്പോൾ. നിങ്ങളുടെ വേഷവിധാനവും നിങ്ങളുടെ മുഖശ്രീയും എല്ലാം കൂടെ ഒരു ഭയങ്കര ഐശ്വര്യമാണ് ആ വേദിയിൽ. അതൊരു സത്യസന്ധമായ ഒരു കാര്യമാണ്. അനിലേട്ടന് ഇപ്പൊ കട്ടിംഗ് സെന്റർ ഉണ്ടോ? ഹെയർ കട്ടിംഗ്? അതെ, മക്കള് കാലമായപ്പോ ഞാൻ ആ പണിക്ക് കയറിയപ്പോൾ അവർ എന്നോട് പറഞ്ഞു, അച്ഛനെ അത് മാത്രം ചെയ്തു. കാരണം ഈ അടുത്ത കാലത്ത് മാത്രം പാട്ടിൽ വന്ന ഒരാളാണ് ഞാൻ. എത്ര വർഷമായി? ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു 6 വർഷമായിട്ടുള്ളൂ ഞാൻ ശരിക്കും പറഞ്ഞ പാട്ട് പാടി തുടങ്ങിയിട്ട്. ഓഹോ, പഠിച്ചിട്ടില്ല അല്ലേ? അപ്പൊ പിന്നെ ഇങ്ങനെ ചില സാഹചര്യങ്ങൾ വന്നപ്പോ മക്കള് പറഞ്ഞു, അച്ഛൻ അമ്പലത്തിലത്തെ ജോലി മാത്രം ചെയ്തത് 11:30 കഴിയും. അത് കഴിഞ്ഞിട്ട് അച്ഛൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊക്കോ. നമ്മള് സാധാരണ കൂലിയൊന്നും വാങ്ങില്ല, നേർച്ചയാണത് അല്ലേ? അല്ല, അവിടെ അതിന് ചാർജ് ഒക്കെ ഉണ്ട്. ഒരു ദക്ഷിണ പോലെ നമ്മൾ എന്തെങ്കിലും ദക്ഷിണ തന്നാൽ അത് നമുക്ക് വാങ്ങാം. ശരി. അപ്പൊ ഈ ചെറുപ്പത്തിൽ ഇത്ര മനോഹരമായിട്ട് പാടിയിട്ട് ചെറുപ്പത്തില് ഇതെന്താണോ ഒരു ഗാനമേളക്കോ അല്ലെങ്കിൽ വേറൊരു സദസ്സിലോ ഒന്നും പോയി പാട്ട് പഠിക്കാത്ത അവസരങ്ങളുടെ ഒരു പ്രശ്നം ആരെങ്കിലും പറയണ്ടേ ഞാൻ പാടുന്നത് നന്നാവുണ്ട്, എന്നാലും എനിക്കത് ചോദിക്കാനുള്ള ഒരു മനസ്സ് വരുള്ളൂ. അത് ഈ സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി അതുകൊണ്ടുള്ള കലയെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റി. മാത്രമല്ല, ഞാൻ ചേട്ടൻ വന്നപ്പോൾ മുതലേ ചേട്ടൻ ആ ഒരു സ്റ്റേജ് ഫിയർ ഒന്നും ഫീൽ ചെയ്തില്ല. ആദ്യം വന്നപ്പോൾ നമുക്ക് അങ്ങനെ തോന്നിയെങ്കിലും ചേട്ടൻ പാട്ടിൻ്റെ ഇടയ്ക്ക് ഇവരുമായിട്ട് എല്ലാം ഒരു ഐ കോണ്ടാക്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അവർ
ഭാവിയും നോക്കുന്നുണ്ടായിരുന്നു. അതായത് ഒത്തിരി സ്റ്റേജുകൾ കൈകാര്യം ചെയ്ത ഒരു പ്രൊഫഷണൽ ഗായകൻ്റെ കൂട്ട് തന്നെയാണ് ചേട്ടൻ പാടിയത് കേട്ടോ. അത് ഭയങ്കര മാത്രമല്ല, ആദ്യം ബിജുകുട്ടൻ ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അനിലാഗ്രഹ എന്ന താങ്കളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഈ ഫ്ലോറിൽ വരണമെന്നായിരുന്നു എന്നും പിന്നീട് സോഷ്യൽ മീഡിയയിൽ ഇത് വൈറലായപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് അപ്രോച്ച് ചെയ്തിട്ട് ഈ ഫ്ലോറിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അതും അയ്യപ്പൻ്റെ ഗാനം, അയ്യപ്പൻ്റെ ഒരു അനുഗ്രഹമായിട്ട് പ്രത്യേകിച്ച് ഇപ്പോൾ അങ്ങനത്തെ ഒരു സമയം കൊണ്ടാണല്ലോ നടക്കുന്നത്. ശബരിമലയ്ക്ക് പോയിണ്ടായിരുന്നു, അപ്പൊ എന്നിട്ട് കളഞ്ഞ മുടി, അല്ലെങ്കിൽ ആ മുടിയൊക്കെ ഇത്ര ഉണ്ടായിരുന്നെ. ഈ ആഗ്രഹം എന്നുള്ള പേര് ഇട്ടത് അത് ശരിക്കും പറഞ്ഞാൽ അതൊരു ആഗ്രഹം തന്നെ, വേറെ ഒന്നുമല്ല. സമിതിയുടെ പേരൊന്നുമല്ല. അല്ലല്ല, എനിക്കൊരു മകളുണ്ടായ ഇടാൻ വെച്ച പേരാ. പക്ഷെ എനിക്ക് 3 ആൺകുട്ടികളാ. ഓ അങ്ങനെ. അപ്പൊ പിന്നെ അതിനെ കളയാനൊരു വിഷമം, അപ്പൊ അത് കൂട്ടിക്കോട്ടെ ചെയ്തു. അത് നന്നായി. അതൊരു വ്യത്യസ്തമായ ഒരു സംഭവമാണല്ലോ ചേട്ടാ. സത്യമാണ്. കൊള്ളാം. പക്ഷെ ആ മകളാണ് ഇപ്പൊ രക്ഷിച്ചേക്കണത്, ആ മകളുടെ കൂടെയാണ് ഇപ്പോൾ വന്നിരിക്കണല്ലേ. എന്തായാലും ഗംഭീരമായിട്ടുണ്ട്. അടുത്ത പാട്ട് ഏതാണ് ചേട്ടാ? ജോൺസൺ മാഷ പാട്ടും നമ്മുടെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. അതേത് പാട്ടാ? പടം. ഓ, അപ്പൊ അത് കേൾക്കാം അല്ലേ? ചേട്ടൻ സെലക്ഷൻ എടുത്തേക്കുന്ന പാട്ടുകൾ തന്നെ വളരെ ഗംഭീര പാട്ടുകളാണ് കേട്ടോ. സന്തോഷം. മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി നെറുകയിൽ അരുമയായി കുടഞ്ഞതാരോ മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി. ഇടയന്റെ ഹൃദയത്തിൽ നിറഞ്ഞൊരീണം ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു. ഇടയന്റെ ഹൃദയത്തിൽ നിറഞ്ഞൊരീണം ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു. ആയർ പെൺകിടാവേ നിൻ പാൽക്കുടം തുളുമ്പിയതായിരം തുമ്പപ്പൂവായി വിരിഞ്ഞു. ആയിരം തുമ്പപ്പൂവായി വിരിഞ്ഞു. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി. ചേട്ടാ ഗംഭീരം കേട്ടോ, ഗംഭീരം. ഇപ്പൊ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം അല്ലേ? ഏതാണ്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രവീന്ദ്ര മാഷ ഒരു പാട്ടാണ് അമരത്തിലത്തെ വികാരം നോക്കി. അയ്യോ, എല്ലാവർക്കും ഇഷ്ടമാണ്. അതെ, അതാണ് പാടാൻ പോണത്. അപ്പൊ അത് വളരെ ആഗ്രഹമായിരുന്നു ഇതുപോലൊരു വേദി കിട്ടുമ്പോൾ അത് പാടണം എന്നുള്ളത്. തീർച്ചയായിട്ടും. പക്ഷെ എനിക്ക് അത് ഇതുവരെ പറ്റിയിട്ടില്ല. പക്ഷെ ഇവിടെ ഞാനത് പാടാൻ ശ്രമിക്കുകയാണ്. പറ്റാത്ത കാര്യങ്ങളൊക്കെ ഇവിടെ പറ്റിക്കും നമ്മള്. പാടിക്കോ, ധൈര്യമായിട്ട് പാടിക്കോ. തിരമാലകളാടിയുലഞ്ഞു കണ്ണീരുപ്പു കലർന്നൊരു മണലിൽ വേളിപ്പുടവ വിരിഞ്ഞു. രാക്കിളി പൊന്മകളെ നിൻ പൂവിളി യാത്രാമൊഴിയാണോ നിൻ മൗനം പിൻവിളി
കടശിലയലിയുകയായിരുന്നു വെണ്ണുര വന്നു തലോടുമ്പോൾ കടശിലയലിയുകയായിരുന്നു ഭൂമീൻ തേടിയ ചെമ്പിലരയൻ ദൂരെ തുഴയെറിയുമ്പോൾ തീരവും പൂക്കളും കാണാക്കരയിൽ മറയുകയായിരുന്നു രാക്കിളി പൊന്മകളെ നിൻ പൂവിളി യാത്രാമൊഴിയാണോ നിൻ മൗനം പിൻവിളിയാണോ ഞാനറിയാതെ നിൻ പൂമിഴിത്തുമ്പിൽ കൗതുകമുണരുകയായിരുന്നു ഞാനറിയാതെ നിൻ പൂമിഴിത്തുമ്പിൽ കൗതുകമുണരുകയായിരുന്നു എന്നിളം കൊമ്പിൽ നീ പാടാതിരുന്നെങ്കിൽ ജന്മം പാഴ്മരമായേനെ ഇലകളും കനികളും മരതകവർണ്ണവും വെറുതെ മറഞ്ഞേനെ രാക്കിളി പൊന്മകളെ നിൻ പൂവിളി യാത്രാമൊഴിയാണോ നിൻ മൗനം പിൻവിളിയാണോ ഒരു കാര്യം കൂടെ പറയാം, ഈ മക്കളോടാണ് പറയാനുള്ളത്. ഞങ്ങൾ അദ്ദേഹത്തോട് പാട്ട് പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മക്കളും കൂടെ അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കി നമുക്ക് പാട്ട് പഠിപ്പിക്കണം. ചേട്ടാ, ഒരൊറ്റ കാര്യം കൂടെ, ആ ഹരിവരാസനം ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടിയാൽ നല്ലതായിരുന്നു. രണ്ടുപേരും പാടാം. അതെ. ഹരിവരാസനം വിശ്വമോഹനം ഹരിതീശ്വരം ആരാധ്യപാദുകം അരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണകീർത്തനം ശക്തമാനസം ഭരണലോലുപം നർത്തനാലസം അരുണഭാസുരം ഭൂതനായകം ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പ. സ്വാമി ശരണം. ആ ചെല്ലു ചെല്ലു. വെച്ചിക്കുട്ടൻ അങ്ങോട്ട് വരികയാണ്. നേരിട്ട് വന്ന്
ആ ഓക്കെ ഓക്കെ അല്ലേട്ടാ എന്തായാലും ഞാൻ വന്നത് നന്നായിട്ടാ. അവിടെ നിന്ന് എൻ്റെ ഒരു ആഗ്രഹപ്രകാരമാണ് ഞാൻ വന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി ചേട്ടനെ ഒന്ന് കെട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ബിജു ചേട്ടൻ ഒന്ന് കെട്ടിപ്പിടിക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ അവരെല്ലാം കൂടി ഉള്ളൊരു ഹഗ്ഗാണിത്. ഹൃദയം തൊട്ടുള്ള നന്ദി കേട്ടാ.